ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിത വഴികളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഇത്രയധികം വിലപിച്ച ഒരു മാർപ്പാപ്പ ചരിത്രത്തിൽ ഒരിടത്തും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ചരിത്ര വഴികളിലൂടെ കടന്നുപോയിട്ടുള്ള 266 മാർപ്പാപ്പമാരിൽ ഏറ്റവും അധികം പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് ലോകത്തോട് സംസാരിച്ചിട്ടുള്ളതും ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ഭൂമിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം 2 ചാക്രിക ലേഖനങ്ങൾ എഴുതുകയും ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള 2015 പാരീസ് ഉടമ്പടിയോടനുബന്ധിച്ച് 2015 മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ച ലൗദാത്തോ സി എന്ന ചാക്രിക ലേഖനം പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും മനുഷ്യവംശം, പരിസ്ഥിതി, ദൈവം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ആഴത്തിൽ പരിശോധിക്കുന്നത് ആയിരുന്നു. പിന്നീട് ഇതിന്റെ തന്നെ തുടർച്ചയായി 2023 ഒക്ടോബർ 4 ലൗദാത്ത ദൈവം എന്ന അപ്പസ്തോലിക പ്രബോധനം അദ്ദേഹം പുറത്ത് ഇറക്കുകയുണ്ടായി. ദൈവത്തിന് സ്തുതി എന്ന് അറിയപ്പെടുന്ന ഈ അപ്പസ്തോലിക പ്രബോധനം കാലാവസ്ഥാ പ്രതിസന്ധിയെ അഭിസംബോധന ചെയ്യുന്നതും ഇതിനുവേണ്ടി എത്രയും വേഗത്തിലുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് മാനവ സമൂഹത്തോട് ആവശ്യപ്പെടുന്നതും ആയിരുന്നു. അതേസമയം തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഇല്ല എന്ന് പറയുന്ന നടപടികളെ അപലപിക്കാനും പോപ്പ് ഫ്രാൻസിസ് മടി കാണിച്ചില്ല. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളെ മനുഷ്യൻ അട്ടിമറിക്കുകയാണ് എന്ന് ലോകത്തോട് ഫ്രാൻസിസ് മാർപ്പാപ്പ വിളിച്ചു പറയുകയായിരുന്നു. 2019 ഫെബ്രുവരിയിൽ അബുദാബി സന്ദർശിച്ച മാർപ്പാപ്പ അവിടെ വെച്ച് ഡോക്യുമെന്റ് ഓൺ ഹ്യൂമൻ ഫ്രട്ടേണിറ്റി ഫോർ വേൾഡ് പീസ് ആൻഡ് ലിവിംഗ് ടുഗെദർ, ലോക സമാധാനത്തിനും ഒരുമിച്ചുള്ള ജീവിതത്തിനും മാനവിക സാഹോദര്യം എന്ന രേഖയിൽ ഒപ്പുവെക്കുകയും ഇത് മതാന്തര സംവാദത്തിൽ പുതിയ ഒരു ഏടായി മാറുകയും ചെയ്യുകയായിരുന്നു. ഇതിനെ തുടർന്ന് 2020 അദ്ദേഹം ഫ്രാറ്റർലി ട്രുട്ടി എന്ന ചാക്രിക ലേഖനം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഫ്രാറ്റർലി ട്രുട്ടി അഥവാ എല്ലാ സഹോദരന്മാരും എന്ന ദർശനം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ഉപദേശങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്. മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കുന്നതിൽ മനുഷ്യ സാഹോദര്യത്തിന്റെയും സാമൂഹിക സൗഹൃദത്തിന്റെയും പ്രാധാന്യം ഈ ചാക്രിക ലേഖനത്തിൽ ഊന്നി പറയുകയും ചെയ്തു അദ്ദേഹം. ഫ്രാൻസിസ് മാർപ്പാപ്പയും ഈജിപ്തിലെ അൽ-അസറിന്റെ ഗ്രാൻഡ് ഇമാം ഷെയ്ഖ് അഹമ്മദ് എൽ തയേബും പലതവണ കൂടിക്കാഴ്ചകൾ നടത്തിയതിനു ശേഷമായിരുന്നു 2019 ഫെബ്രുവരി 4 അബുദാബിയിൽ വെച്ച് ഇത്തരത്തിലുള്ള ഒരു രേഖ ലോകത്തിന് സമ്മാനിച്ചത്. ആഗോള സമാധാനം, മതപരമായ സഹവർത്തിത്വം, ഇസ്ലാമിനും ക്രിസ്തുമതത്തിനും ഇടയിലുള്ള പരസ്പര ധാരണ എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും അബ്രഹാമിക് പാരമ്പര്യം അവകാശപ്പെടുന്ന മതങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വവും ആണ് ഇതിലൂടെ ലക്ഷ്യം ഇട്ടത്. അതുവഴി ലോകം മുഴുവൻ സമാധാനത്തിലേക്കും സുസ്ഥിരതയിലേക്കും എത്തിപ്പെടട്ടെ എന്നുള്ളതായിരുന്നു എല്ലാ കാലത്തും സമാധാനത്തിന്റെ വക്താവായി നിലകൊണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പ കണ്ട സ്വപ്നം. 2014 ജൂൺ 7 ഫ്രാൻസിസ് മാർപ്പാപ്പ ഇസ്രായേൽ പ്രസിഡന്റ് ഷിമോൺ പെരസിനും പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനും ഒപ്പം വത്തിക്കാനിൽ സമാധാനത്തിനായുള്ള ഒരു പ്രാർത്ഥനാ സംഗമം നടത്തുകയുണ്ടായി. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള സമാധാനവും സംഭാഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി മാർപ്പാപ്പ സ്വീകരിച്ച അഭൂതപൂർവമായ നടപടിയായിരുന്നു ഇത്. വത്തിക്കാൻ പൂന്തോട്ടത്തിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ജൂത, ക്രിസ്ത്യൻ, മുസ്ലിം പ്രാർത്ഥനകൾ നടത്തപ്പെടുകയുണ്ടായി. ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെ ആത്മീയ തലവനായ പാത്രിയാർക്കീസ് ബർത്തലോമിയോയെയും ഇതിനായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകം ക്ഷണിച്ചിരുന്നു. നിത്യവും സംഘർഷപൂരിതമായ ഈ പ്രദേശങ്ങളിൽ സമാധാനത്തിന്റെ അലയൊലികൾ മുഴങ്ങിക്കേൾക്കുവാൻ എല്ലാ കാലത്തും ഫ്രാൻസിസ് മാർപ്പാപ്പ അതിയായി ആഗ്രഹിച്ചിരുന്നു. ഫെബ്രുവരി 24 റഷ്യൻ സൈന്യം ഉക്രൈനിലേക്ക് സൈനിക നീക്കം നടത്തിയപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ദുഃഖാർദ്രനായി വത്തിക്കാനിലെ റഷ്യൻ എംബസിയിലേക്ക് കടന്നു ചെല്ലുകയും അവിടുത്തെ സന്ദർശക ഡയറിയിൽ തന്റെ സങ്കടം രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു. യുദ്ധത്തെ നമ്മുടെ പരാജയമായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാ കാലത്തും വിലയിരുത്തിയിരുന്നത്. സഭയുടെ നവീകരണത്തിന് വേണ്ടി അദ്ദേഹം ധാരാളം പ്രാർത്ഥിക്കുകയും യത്നിക്കുകയും ചെയ്തിരുന്നു. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ സ്ഥാനത്യാഗത്തിന് ശേഷം
പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായി വോട്ടവകാശം ഉള്ളവരും ഇല്ലാത്തവരുമായ കർദിനാളന്മാരുടെ യോഗം നടന്നപ്പോൾ എല്ലാവരും ഏറ്റവും അധികം ആവശ്യപ്പെട്ടത് സഭയുടെ ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യം വത്തിക്കാനിലെ ഭരണ സംവിധാനത്തിലെ നവീകരണവും സാമ്പത്തിക കാര്യങ്ങളിലുള്ള സുതാര്യതയും ആയിരുന്നു. പിന്നീട് 2013 മാർച്ച് 13 പുതിയ മാർപ്പാപ്പയായി ഫ്രാൻസിസ് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുകയും അദ്ദേഹം അതേ വഴിയിലൂടെ സഭയെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന കാഴ്ചകളായിരുന്നു പിന്നീട് കണ്ടത്. അതേക്കുറിച്ച് പോപ്പ് ഫ്രാൻസിസ് തന്നെ പിന്നീട് പ്രതികരിച്ചത് താൻ ഈ വർഷങ്ങൾ കൊണ്ട് ചെയ്തതെല്ലാം ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ആയിരുന്നു എന്നാണ്. വത്തിക്കാനിലെ സാമ്പത്തിക കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയയിൽ നിന്നുള്ള കർദിനാൾ ജോർജ് ബെല്ലിന്റെ നേതൃത്വത്തിലുള്ള സമിതിയെ പോപ്പ് ഫ്രാൻസിസ് നിയോഗിക്കുകയും വത്തിക്കാനിലെ സാമ്പത്തിക കാര്യങ്ങളിലെല്ലാം വലിയ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ അദ്ദേഹം കൈക്കൊള്ളുകയും ചെയ്തു. ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ താൻ കൈക്കൊണ്ട നടപടികൾ അല്ല എന്നും കർത്താവിന്റെ പരിശുദ്ധാത്മാവാണ് തന്നെ നയിക്കുന്നത് എന്നുമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ പ്രതികരണം. പോപ്പ് ഫ്രാൻസിസ് പലപ്പോഴും വിവാദങ്ങളുടെ തോഴനായി മാറിയിരുന്നു എന്നുള്ളതും വാസ്തവമാണ്. അദ്ദേഹത്തിന്റെ പല അഭിപ്രായ പ്രകടനങ്ങളും വിവാദങ്ങളെ വിളിച്ചു വരുത്തിയിരുന്നു. പലപ്പോഴും അതെല്ലാം സംഭവിച്ചത് പോപ്പ് ഫ്രാൻസിസിനെ കൃത്യമായി മനസ്സിലാക്കാതെയുള്ള നിഗമനങ്ങളിൽ നിന്നാണ് എന്നുള്ളതും വ്യക്തമായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തോട് നിരീശ്വരവാദി സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അറിയില്ല എന്ന്. അതുപോലെ തന്നെ യൂദാസ് നരകത്തിൽ പോയിട്ടുണ്ടാകുമോ എന്ന ചോദ്യത്തിന് തനിക്ക് അതേക്കുറിച്ച് അറിയില്ല എന്നും അതെല്ലാം ദൈവത്തിന്റെ മഹാകരുണയുടെ ഭാഗമാണ് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. സഭ ഒരു കാലത്ത് അഭിമുഖീകരിച്ചിരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു സഭയുടെ ഭാഗമായി നിൽക്കുന്നവരിൽ നിന്നും മറ്റുള്ളവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പീഡനങ്ങൾ. പോപ്പ് ഫ്രാൻസിസ് വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ അങ്ങനെ ഇരകളായി തീർന്നവരുമായും അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ഒരിക്കൽ ഒരു പെൺകുട്ടി ഫ്രാൻസിസ് മാർപ്പാപ്പയോട് പറഞ്ഞു, എന്നെ ഒരു വൈദികൻ പീഡിപ്പിച്ചതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തിരുന്ന എൻ്റെ അമ്മ പിന്നീട് ഒരിക്കലും പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തില്ല എന്ന്. പിന്നീട് അതേ അവസ്ഥയിൽ തന്നെ തൻ്റെ അമ്മ മരിക്കുകയും ചെയ്തു എന്നും തൻ്റെ അമ്മയ്ക്ക് നിത്യശാന്തി കിട്ടുമോ എന്നും ആ പെൺകുട്ടി ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചോദിച്ചപ്പോൾ പാപ്പ പറഞ്ഞ മറുപടി, മകളെ, നിന്റെ അമ്മയെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നും അപ്പോൾ കരുണയുടെ നിറകുടമായ ദൈവപിതാവിന് നിന്റെ അമ്മയെ എത്രയധികമായി മനസ്സിലാക്കാൻ കഴിയും എന്നും ആയിരുന്നു. ഈ രീതിയിലായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിലയിരുത്തലുകൾ എല്ലാം. പോപ്പ് ഫ്രാൻസിസിന്റെ മരിയ ഭക്തി പലപ്പോഴും ഒരു കൊച്ചു കുട്ടിയുടേതിന് സമാനം ആയിരുന്നു. എവിടെയെങ്കിലും മാതാവിന്റെ ചിത്രം കണ്ടാൽ അതിനു മുന്നിൽ അദ്ദേഹം നിൽക്കുമായിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞിരുന്നത്, എൻ്റെ അമ്മ എന്നെ ഒന്ന് കാണട്ടെ എന്നുള്ളതായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് അറിയാത്ത ഒരു വേദനയും അസുഖങ്ങളും ഒന്നും എനിക്ക് ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പരിശുദ്ധ അമ്മയുടെ മുന്നിൽ നിൽക്കുമ്പോൾ, ബെർഗോളിയോ, നീ എന്തിനാണ് ഭയപ്പെടുന്നത്? നിന്റെ അമ്മയായ ഞാനില്ലേ കൂടെ എന്ന് മാതാവ് ചോദിക്കുന്നതായി ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരുന്നു. ലോകമെങ്ങും കോവിഡ് മഹാമാരി പടർന്നു പിടിച്ച സമയത്ത് ലക്ഷങ്ങൾ വന്നു ചേരാറുള്ള വത്തിക്കാൻ ചതുരം ശൂന്യമായി കിടന്ന സമയത്ത് ഏകാഗിയായെത്തി ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആശീർവാദം നൽകുകയും ചെയ്ത മാർപ്പാപ്പയുടെ ദൃശ്യങ്ങൾ ലോക ചരിത്രത്തിലെ ഒരിക്കലും മായാത്ത ഏടുകളാണ്. അന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ദൈവം ഈ മഹാമാരിയിൽ നിന്നും ലോകത്തെ രക്ഷിക്കും, പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും എന്ന്. യൗസേപ്പിതാവിനോടും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വളരെ വലിയ ഭക്തി ഉണ്ടായിരുന്നു. എനിക്ക് പരിഹരിക്കാൻ കഴിയാത്ത എന്ത് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും ഞാൻ തലേ ദിവസം രാത്രി അത് എഴുതി ഉറങ്ങുന്ന യൗസേപ്പിതാവിന്റെ രൂപത്തിന് കീഴിൽ വെക്കുമെന്നും പ്രഭാതമാകുമ്പോഴേക്കും ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം തീർച്ചയായും ഉണ്ടാകുമായിരുന്നുവെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കുർബാന ക്രമങ്ങളിലും അദ്ദേഹം
യൗസേ പിതാവിനോടുള്ള പ്രാർത്ഥന ചേർക്കുകയുണ്ടായി. 2013 നവംബർ 17 തീയതി ഒരു മരുന്ന് കൂട്ടിൽ ജപമാലയുമായി കടന്നു വന്ന പോപ്പ് ഫ്രാൻസിസ് ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിനും മനസ്സിനും ജീവിതത്തിനുമെല്ലാം സൗഖ്യം പകരുന്ന 53 ഗുളികകൾ ചേർത്ത ഈ ജപമാലയിലൂടെ കഴിയും എന്ന്. അതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജപമാല ഭക്തിയുടെ കാതൽ. ഇങ്ങനെ വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയുടെ വിശ്വാസ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത്. താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയ മനുഷ്യൻ കൂടിയായിരുന്നു പോപ്പ് ഫ്രാൻസിസ്. യുവാക്കളോടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശം നിങ്ങൾ പെൻഷൻ പറ്റിയവരെ പോലെ ജീവിക്കരുത് എന്നും നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകണമെന്നും ആയിരുന്നു. നിങ്ങൾ സ്വപ്നങ്ങൾ കണ്ടില്ല എങ്കിൽ പേക്കിനാവുകൾ കാണുമെന്നും അദ്ദേഹം യുവാക്കൾക്ക് മുന്നറിയിപ്പുകൾ നൽകുകയുണ്ടായി. ഈശോ സഭ വൈദികർക്ക് മെത്രാൻ പട്ടം അടക്കമുള്ള സഭയുടെ ഉന്നത അധികാര പദവികൾ സ്വീകരിക്കില്ല എന്ന വ്രതം ഉണ്ടായിരിക്കെ അദ്ദേഹം ഈ പദവിയിലേക്ക് എത്തിയത് എങ്ങനെ എന്നതും കൗതുകകരമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ കോങ്കോയിൽ എത്തിയപ്പോൾ അവിടെയുള്ള ഈശോ സഭ വൈദികർ തന്നെ വ്രതം ഉണ്ടായിരിക്കെ എങ്ങനെയാണ് അങ്ങ് ഈ പദവിയിൽ എത്തിയത് എന്ന ചോദ്യത്തിന് മറുപടിയായി ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, ആദ്യത്തെ 2 പ്രാവശ്യവും സഹായ മെത്രാനായി തന്നെ നിയമിച്ചപ്പോൾ വ്രതമുള്ളതിനാൽ താൻ നോ പറഞ്ഞു എന്നും 3-ാം പ്രാവശ്യം ബ്യൂണസ് അയേഴ്സിലെ സഹായ മെത്രാനായി നിയമിതനായപ്പോൾ അന്നത്തെ ഈശോ സഭയുടെ ജനറാളിന്റെ കത്തുമായിട്ടായിരുന്നു തന്നെ സമീപിച്ചത് എന്നും അതിൽ ബെർഗോളിയോ ഈ പദവി സ്വീകരിക്കണം എന്നും അങ്ങനെ അനുസരണത്തിന്റെ പേരിലാണ് താൻ പദവി ഏറ്റെടുത്തത് എന്നുമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രതികരിച്ചത്. അങ്ങനെയായിരുന്നു സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഈശോ സഭയിൽ നിന്നും ഒരു മാർപ്പാപ്പ ഉണ്ടായത്. ഈശോ സഭയുടെ പ്രൊവിൻഷ്യൽ ആയിരുന്ന സമയത്ത് 1974-നും 1983-നും ഇടയിൽ അർജന്റീനയിൽ ഡേർട്ടി വാർ എന്ന പേരിൽ സൈന്യവും ഗൊറില്ലകളും തമ്മിൽ നടന്ന യുദ്ധത്തിനെതിരായി നിലപാട് എടുത്തതിന്റെ പേരിൽ ഇരുവിഭാഗങ്ങളുടെയും ശത്രുവായി അന്ന് പോപ്പ് ഫ്രാൻസിസ് മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് അധികാരികൾ അദ്ദേഹത്തെ 1 വർഷത്തേക്ക് പ്രാർത്ഥിക്കാനും വിശ്രമത്തിനുമായി അയക്കുകയായിരുന്നു. ഈ 1 വർഷം അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് നിദാനം ആവുകയായിരുന്നു. ഈ കാലഘട്ടത്തിൽ വത്തിക്കാനിലെത്തിയ പോപ്പ് ഫ്രാൻസിസ് അവിടെ വെച്ച് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുടെ മാതാവിനോടുള്ള ഭക്തി കാണുകയും അത് അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്തിരുന്നു. ഈ യാത്രക്കിടയിൽ അദ്ദേഹം ജർമ്മനിയിലെത്തുകയും അവിടെ കുരുക്കുകൾ അഴിക്കുന്ന മാതാവിന്റെ പള്ളിയിൽ എത്തി പ്രാർത്ഥിക്കുകയും അത് അദ്ദേഹത്തിന് ഒരു വലിയ അനുഭവമായി മാറുകയുമായിരുന്നു. തുടർന്ന് അദ്ദേഹം അവിടെ നിന്ന് കുരുക്കുകൾ അഴിക്കുന്ന മാതാവിന്റെ ഒരു ചിത്രവുമായി അർജന്റീനയിൽ ബ്യൂണസ് അയേഴ്സിലേക്ക് തിരികെ പോവുകയും അവിടെ തനിക്ക് ഉത്തരവാദിത്വം ലഭിച്ച ഒരു കൊച്ചു പള്ളിയിൽ അദ്ദേഹം ആ ചിത്രം വെച്ച് പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് നിരവധി ആളുകൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിനായി ഈ പള്ളിയിലേക്ക് എത്തുകയും ആളുകൾക്കെല്ലാം ഇത് ഒരു വലിയ അനുഭവമായി മാറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് 6 മാസത്തിനകം പോപ്പ് ഫ്രാൻസിസ് ബ്യൂണസ് അയേഴ്സിലെ സഹായ മെത്രാനായി മാറുകയായിരുന്നു. ഇതിലൂടെ പോപ്പ് ഫ്രാൻസിസിന്റെ ജീവിത വഴികളിൽ പരിശുദ്ധ മാതാവിന്റെ സ്വാധീനം എത്രത്തോളം വലിയതായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ രാജിവെച്ചതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയും രാജിവെക്കുമോ എന്നുള്ള ചോദ്യം എക്കാലത്തും വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചിരുന്നവ ആയിരുന്നു. അതിനുള്ള മറുപടിയായി ഫ്രാൻസിസ് മാർപ്പാപ്പ പിന്നീട് വെളിപ്പെടുത്തിയത് താൻ മാർപ്പാപ്പയായി 2 മാസത്തിനുള്ളിൽ തന്നെ തന്റെ രാജിക്കത്ത് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ കയ്യിൽ കൊടുത്തിരുന്നു എന്നുള്ളതാണ്. തനിക്ക് ബുദ്ധിക്ക് സാരമായ തകരാറ് സംഭവിക്കുകയും സഭയെ നയിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ തന്റെ രാജി സ്വീകരിക്കണം എന്നായിരുന്നു രാജിക്കത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്.
ഒരിക്കൽ മാർപ്പാപ്പയോട് അങ്ങ് കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് ചോദിച്ചപ്പോൾ മാർപ്പാപ്പ എഴുന്നേറ്റ് നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലുകയും അതിനുശേഷം കത്തോലിക്കർ വിശ്വസിക്കുന്നത് ഈ കാര്യങ്ങളിലാണ് എന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു. സഭയിൽ സ്ത്രീകൾക്ക് കൂടുതൽ സ്ഥാനം നൽകുന്നതും സ്വവർഗ അനുരാഗികളോട് കാണിക്കുന്ന അനുകമ്പയും അടക്കമുള്ള കാര്യങ്ങളിൽ പലപ്പോഴും പോപ്പ് ഫ്രാൻസിസ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം അദ്ദേഹം തൻ്റെ ഉറച്ച നിലപാടുകളിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു. മഗ്ദലേന മറിയത്തെ അദ്ദേഹം അപ്പസ്തോലയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സഭയെക്കുറിച്ചുള്ള മാർപ്പാപ്പയുടെ കാഴ്ചപ്പാട് സഭ അമ്മയാണ് എന്നുള്ളതുമായിരുന്നു.